തടി കുറയ്ക്കാൻ ഡയറ്റ് മാത്രം പോരാ, നല്ല പോഷകങ്ങളും വേണം. ബദാമും വീറ്റ് മൈക്രോഗ്രെയിൻസും ചേർന്ന ഈ റാഗി സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഗ്രീൻ റാഗി സ്മൂത്തി ശരീരത്തിലെ വിഷാംശങ്ങൾ മാറ്റി ഉന്മേഷവും ഒപ്പം വെയിറ്റും കുറയ്ക്കുന്നു. 5 ഡേറ്റ്സ് ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി 4 സ്പൂൺ റാഗിയാണ് എടുക്കുന്നത്. ഇത് 2 പേർക്കുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ഒരു ടവലിലിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഡ്രൈ ആക്കി എടുക്കാം. സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഇത് അരച്ച് പേസ്റ്റാക്കി കുറുക്കിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലെ തവിട് നീക്കം ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്താണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നത്. റാഗിയുടെ തവിട് ശരീരത്തിന് ഏറെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ കോൺസ്റ്റിപ്പേഷൻ തടയുന്നു. ഇത് കഴിക്കുന്നതുകൊണ്ട് വേഗത്തിൽ വിശക്കുന്നില്ല. അതുകൊണ്ട് അമിത ഭക്ഷണം ഒഴിവാക്കാം. തവിടുള്ള റാഗിക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. ഇത് ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു. ഇതിലെ ഫോളിഫിനോൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും തടയുന്നു. അയൺ ഏറെ ഉള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നു. ഇത് ഫ്രൈ ആയെന്നറിയാൻ ഒന്നെടുത്ത് കടിച്ചു നോക്കിയാൽ മതി. പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് അളവിന് ഇത് ഫ്രൈ ആയിട്ടുണ്ടെന്ന് അറിയാം. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർ ഇതിലെ തവിട് നീക്കം ചെയ്ത് പേസ്റ്റാക്കി കുറുക്കി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, 5 ബദാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കൊഴുപ്പ് എരിച്ച് കളയുന്നത് നമ്മുടെ ഫ്ലാക്സീഡാണ്. ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്, 1 സ്പൂണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയും ചേർക്കാവുന്നതാണ്. ഇനി ഒരു ഫുള്ള് റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് കൂടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിന് പകരം നമ്മളുടെ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ പച്ചക്കറികളേക്കാൾ 40 ഇരട്ടി പോഷകഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് മൈക്രോഗ്രെയിൻസ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയ നമ്മളുടെ വീറ്റ് മൈക്രോഗ്രെയിൻസ് ആണ്. തടി കുറയ്ക്കാൻ ഇവ സ്മൂത്തിയിൽ ചേർക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളോ മണ്ണോ ഒന്നും ആവശ്യമില്ല. മൈക്രോഗ്രെയിൻസ് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. ഒരു പ്ലാസ്റ്റിക് ബോക്സോ കുറച്ച് വെള്ളവും മാത്രം മതി. ഇത് അങ്ങനെ പച്ചയ്ക്ക് നമ്മുടെ സ്മൂത്തിയിലോ ഓംലെറ്റിലോ സാലഡിലോ ഒക്കെ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേന് ഇതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു സെറ്റായിട്ടാണ് ഞാൻ മൈക്രോഗ്രെയിൻസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ചിയാ സീഡ് മൈക്രോഗ്രെയിൻസ് ആണ്. അത് മുള പൊട്ടി വരുന്നതേ ഉള്ളൂ. ഇതൊന്ന് വാഷ് ചെയ്ത് നമ്മളുടെ സ്മൂത്തിയിലേക്ക് ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി നമ്മൾ ഇത് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ റാഗി അരയില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ശ്രദ്ധിക്കണം, തവിടുള്ളതിനാൽ നന്നായിട്ട് നമ്മളിത് അരച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. അതിൻ്റെ ക്ലിപ്സിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് പകരം. ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കുതിർത്ത 1 സ്പൂൺ വീതം ചിയാ സീഡാണ്. വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് ചിയാ സീഡ് കഴിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്ന നമ്മളുടെ റാഗി സ്മൂത്തി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2 സ്പൂൺ റാഗി എടുക്കുക. 1 ബനാന ചേർക്കാവുന്നതാണ്. ഞാൻ 2 പേർക്കാണെങ്കിലും ഇവിടെ 1 ബനാനയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്കാണെങ്കിൽ 2 ബനാന ചേർക്കാവുന്നതുമാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് പ്രായമായവർക്കും കൊടുക്കുകയാണെങ്കിൽ ഈ തവിട് നീക്കം ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് സ്മൂത്തി ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ ഈസിയായി നമുക്ക് മണ്ണോ സ്ഥലമോ ഒന്നുമില്ലാതെ ഒരുപാട് മൈക്രോഗ്രെയിൻസ് വീട്ടിൽ വളർത്തിയെടുക്കാം. ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, കടുക്, ഉലുവ, വീറ്റ്, അങ്ങനെ എന്ത് വേണേലും നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മൈക്രോഗ്രെയിൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ചെയ്തിടാം. ഒരുപാട് നല്ല വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമാകും. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രീമി ആയിട്ടുണ്ട് നമ്മളുടെ ഈ സ്മൂത്തി. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.